ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ കുറെ പഠിച്ചു നിർത്തിയായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അതായത് നമ്മൾ ലോങ് ടേം ഷെഡ്യൂളർ എന്താണ്, ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്താണ്, മീഡിയം ടേം ഷെഡ്യൂളർ എന്താണ് എന്നൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. സോ നമ്മൾ മോഡ്യൂളിന്റെ നെക്സ്റ്റ് ടോപ്പിക്കായ CPU ഷെഡ്യൂളിങ്ങിലേക്ക് പോവുകയാണ്. സോ CPU ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് അതിൽ പഠിക്കാനുള്ള കുറെ അൽഗോരിതംസ് ആണ്. സോ അൽഗോരിതംസ് പഠിക്കുന്നതിന് മുന്നേ കുറച്ച് പ്രീ റിക്വസൈറ്റ് നോളജ് നിങ്ങൾക്ക് വേണം. അതൊക്കെ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ CPU ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നമുക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ബേസിക് കോൺസെപ്റ്റ്സ്, ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ, ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്, മൾട്ടിപ്പിൾ പ്രോസസർ ഷെഡ്യൂളിംഗ്, റിയൽ ടൈം ഷെഡ്യൂളിംഗ്, ത്രെഡ് ഷെഡ്യൂളിംഗ്, then some examples of operating systems, Java thread scheduling, algorithm evaluation. നമുക്ക് ഇത്രയും കൂടുതൽ പഠിക്കാനില്ല. ആദ്യത്തെ അൽഗോരിതംസ്, ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഇതിന് ഒരു പ്രീ റിക്വസൈറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റംസ് എല്ലാം മൾട്ടി പ്രോഗ്രാംഡ് സിസ്റ്റംസ് ആണ്. അതായത് മോർ ദാൻ വൺ പ്രോഗ്രാംസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അറ്റ് എ ടൈം. ഓക്കെ, ഇപ്പോഴത്തെ എല്ലാ സിസ്റ്റംസും ഒരു പ്രോഗ്രാമിൽ കൂടുതൽ നമ്മുടെ സിസ്റ്റംസ് എല്ലാം അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു CPU മാത്രമുള്ള സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ ആ ഒരു പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആണ്. പക്ഷെ അത് വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ അനദർ പ്രോസസ്സിനെ CPU-ലോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാംസിനെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഹാൻഡിൽ ചെയ്ത് ആക്റ്റീവായിട്ട് നിർത്താൻ പറ്റും. ഓക്കെ, ഒരെണ്ണം വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ മറ്റേതിനെ ആക്റ്റീവ് ആക്കാം, മറ്റേത് വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ അടുത്തതിനെ ആക്റ്റീവ് ആക്കാം. അങ്ങനെ മൾട്ടി പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് വിർച്വലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുവഴി നമുക്ക് എന്താ ഉള്ള ഗുണം? മാക്സിമം CPU യൂട്ടിലൈസേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും അല്ലെ? ത്രൂ മൾട്ടി പ്രോഗ്രാമിംഗ് വി ക്യാൻ എൻഷുർ ദാറ്റ് മാക്സിമം CPU യൂട്ടിലൈസേഷൻ ഹാസ് ബീൻ അച്ചീവ്ഡ്. അത് നമുക്ക് എന്തായാലും എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി ഒരു പ്രോസസ്സ് വന്നാൽ അതിന് ഉള്ള ബേർസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബേർസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം പീരീഡ് തന്നെയാണ് ബേർസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ബേർസ്റ്റ് ടൈം അല്ലെങ്കിൽ ബേർസ്റ്റ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് എടുക്കുന്ന സമയം. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ പ്രോസസ്സസ് റിക്വയർ എ CPU ബേർസ്റ്റ് ടൈം ആൻഡ് ആൻ IO ടൈം. ഓക്കെ, IO ബേർസ്റ്റ് ടൈമും വേണം, CPU ബേർസ്റ്റ് ടൈമും വേണം. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ ഈ ഒരു പ്രോസസ്സ് വന്നാൽ അതിന്റെ CPU ബേർസ്റ്റ് ടൈമും അതിന്റെ IO ബേർസ്റ്റ് ടൈമും വേറൊരു പ്രോസസ്സിന്റെ CPU ബേർസ്റ്റ് ടൈമും IO ബേർസ്റ്റ് ടൈമും ആയിട്ട് സിങ്ക്രോണൈസ് ചെയ്ത് നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സിസ്റ്റത്തിന്റെ CPU യൂട്ടിലൈസേഷൻ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഇപ്പോ ഒരെണ്ണത്തിന്റെ CPU ബേർസ്റ്റ് ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനദർ പ്രോസസ്സിന്റെ IO ബേർസ്റ്റ് ടൈം അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ CPU-നെ യൂസ് ചെയ്യാൻ പറ്റും, IO ഡിവൈസിനെ യൂസ് ചെയ്യാൻ പറ്റും. സിസ്റ്റം ഒരു തവണയും ഐഡിൽ ആയിട്ട് ഇരിക്കത്തുമില്ല. സോ മാക്സിമം CPU യൂട്ടിലൈസേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്പർ ഓഫ് പ്രോസസ്സ് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്നത് കൂടുതലായിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ മോഡേൺ സിസ്റ്റംസ് ക്യാൻ ഹാൻഡിൽ മോർ ദാൻ വൺ CPUs അല്ലെ? ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനും മോഡേൺ സിസ്റ്റംസിനും മോർ ദാൻ വൺ CPUs കാണും അല്ലെങ്കിൽ കോർസ് കാണും. ഓക്കെ, അപ്പൊ അറ്റ് എ ടൈം ഒരു കോറിന് ഒരു 2, 3, 4 ഡിപ്പെൻഡിങ് ഓൺ ആ ബേർസ്റ്റ് ടൈമിന് എടുക്കുന്ന ടൈം അനുസരിച്ച് ഇപ്പം 10 സെക്കൻഡ് IO വെയിറ്റിന് പോയിരിക്കുകയാണ്
പ്രോസസ്സ്. ഓക്കെ, അവർ IO വെയിറ്റിലാണ്. ആ സമയമാണ് വേറൊരു CPU ബേഴ്സ്റ്റ് ഉള്ളത് ഒരു 2 സെക്കൻഡ് കൊണ്ട് തീരുന്നത്. അപ്പൊ അവിടെ ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞു. വീണ്ടും അടുത്ത 3 സെക്കൻഡ് ഉള്ള ഒരു പ്രോസസ്സ് വരെയാണ്. അവിടെയും അതിനുള്ള ടൈം കിട്ടി. അപ്പൊ 2, 3, 5 സെക്കൻഡായി. അടുത്ത വീണ്ടും ഒരു 4 സെക്കൻഡ് ഉള്ള ഒരു പ്രോസസ്സ് വരുന്നു. സോ വീണ്ടും അവിടെ അടുത്ത പ്രോസസ്സ്, മൂന്നാമത്തെ പ്രോസസ്സും നമ്മൾ ബൈ ദ IO വെയിറ്റിന് പോയ സമയത്ത് 3 പ്രോസസ്സ് ഫിനിഷ് ചെയ്തു. ഇനി 1 സെക്കൻഡ് കിടപ്പുണ്ട്. 1 സെക്കൻഡ് അതിന് മാത്രമായിട്ടുള്ള CPU ബേഴ്സ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിന് കിട്ടിയില്ലെങ്കിൽ അത് റൺ ചെയ്തിരിക്കും. ഇനി അത് പ്രോസസ് ചെയ്ത് തീർന്നാൽ മാത്രമേ ആ വെയിറ്റിംഗിലായിരുന്നതിന് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമുക്ക് പാരലലി ഒരുപാട് പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടി പ്രോഗ്രാമിംഗ് വഴിയുള്ള ഗുണം. സോ ഇനി ഈ CPU ബേഴ്സ്റ്റ് ടൈം, IO ബേഴ്സ്റ്റ് ടൈം എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെ എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചൊരു ഫിഗർ ഉണ്ട്. ഈ ഒരു ഫിഗർ നോക്കാം. അതായത് ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ CPU ബേഴ്സ്റ്റ് ടൈമിനെയും IO ബേഴ്സ്റ്റ് ടൈമിനെയും യൂസ് ചെയ്യുകയാണ്. ഇപ്പൊ നോക്കൂ, CPU ബേഴ്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ആ ഒരു പ്രോഗ്രാം, ഒരു പർട്ടിക്കുലർ ആ പ്രോസസ്സിന് വേണ്ടി പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ ആദ്യം ലോഡ് സ്റ്റോർ, ആഡ് സ്റ്റോർ. ഓക്കെ, സാധാരണ 2 ഇൻസ്ട്രക്ഷൻ ആണ്, ലോഡ് സ്റ്റോർ, ആഡ് സ്റ്റോർ. അത് രണ്ടും എക്സിക്യൂട്ട് ചെയ്തു. അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ വന്ന റീഡ് ഫ്രം ഫയൽ ആണ്. അപ്പൊ അവിടെ ഒരു IO ഓപ്പറേഷൻ ആയി. ഫയലിൽ നിന്ന് റീഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവിടെ എന്താണ്, ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന CPU ബേഴ്സ്റ്റ് ആയിരുന്നു, ഇനി റീഡ് ചെയ്തുകൊണ്ട് വരണം. അപ്പൊ അവിടെ ഒരു IO ഓപ്പറേഷൻ ആയി. IO ബേഴ്സ്റ്റ് ടൈമിലോട്ട് പോയി അവിടെ ഒരു IOക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ വി ക്യാൻ പ്രോസസ് അനദർ, ദ CPU ക്യാൻ പ്രോസസ് അനദർ പ്രോസസ് അല്ലെ. സോ ഇനി അടുത്ത വീണ്ടും ആ IO വെയിറ്റ് കഴിഞ്ഞാൽ സ്റ്റോർ ഇൻക്രിമെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന 2 സാധാരണ ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ദെൻ വീണ്ടും റൈറ്റ് ടു ഫയൽ വരികയാണ്. അപ്പൊ ഈ ഇൻഡെക്സ് റൈറ്റ് ടു ഫയൽ വരെ CPU ബേഴ്സ്റ്റ് ടൈം ആണ്. അഗൈൻ വീണ്ടും IO ബേഴ്സ്റ്റിൽ പോയി വെയിറ്റ് ചെയ്യണം. വീണ്ടും റിമൈനിങ് ലോഡ് സ്റ്റോർ, ആഡ് സ്റ്റോർ, റീഡ് ഫ്രം ഫയൽ. ഓക്കെ, അവിടെ വീണ്ടും CPU ബേഴ്സ്റ്റ്, ദെൻ അഗെയിൻ റീഡ് ഫ്രം ഫയൽ വന്നപ്പോ വെയിറ്റ് ഫോർ IO. അങ്ങനെ നമ്മളുടെ ഓൾട്ടർനേറ്റ് ആയിട്ട് സീക്വൻഷ്യലി വരികയാണ് എന്ത്, ഒരു പ്രോസസ്സിനെ സംബന്ധിച്ച് അതിന്റെ CPU ബേഴ്സ്റ്റ് ടൈമും IO ബേഴ്സ്റ്റ് ടൈം. So effectively how we can switch from CPU burst time to IO burst time, that will determine the efficiency of the program or efficiency of the system. സോ നമ്മൾ ഈ CPU ബേഴ്സ്റ്റ് ടൈമിനെ നോക്കി ഒരു ഹിസ്റ്റോഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് എത്രത്തോളം CPU ബേഴ്സ്റ്റ് ടൈം ഉള്ള പ്രോസസ്സുകളെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയാൽ, ബേഴ്സ്റ്റ് ടൈം കൂടുതലുള്ള, ഓക്കെ, ബേഴ്സ്റ്റ് ടൈം കൂടുതലുള്ള പ്രോസസ്സുകളെ നമ്മൾ വളരെ കുറച്ചേ നമുക്ക് നമ്മുടെ സിസ്റ്റം ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ബേഴ്സ്റ്റ് ടൈം കുറവുള്ള, അതായത് 0 മുതൽ 8 വരെ ബേഴ്സ്റ്റ് ടൈം ഉള്ള പ്രോസസ്സുകളെയാണ് ഒരു സിസ്റ്റം ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഷോർട്ടായിട്ടുള്ള പ്രോസസ്സ് ഉള്ള പ്രോഗ്രാംസിനെ ഒരുപാട് നമ്മുടെ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ്ങർ ബേഴ്സ്റ്റ് ടൈം ഉള്ള CPU ബേഴ്സ്റ്റ് ടൈം ഉള്ള പ്രോസസ്സുകളെ കുറവ് മാത്രമേ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഒരുപാട് ബേഴ്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും അതിനിടയ്ക്ക് അത് IO വെയിറ്റിൽ പോകും, അതിനിടയ്ക്ക് വേറെ പ്രോസസ്സുകൾ വരും, വീണ്ടും വെയിറ്റിംഗിൽ പോകും. അപ്പൊ ഒരുപാട് നേരം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. സോ the number of programs which is having the more CPU burst time will tend to reduce. Okay. ഇനി അടുത്ത ടോപ്പിക് CPU ഷെഡ്യൂളർ. ഓക്കെ, എന്താണ് ഒരു CPU ഷെഡ്യൂളർ എന്ന് വെച്ചാൽ, നമ്മൾ ഈ CPU ഷെഡ്യൂളർ പഠിച്ച കാര്യമാണ്. അതായത് ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? ഓക്കെ, ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഇരിക്കുന്ന റെഡി ക്യൂയിൽ ഇരിക്കുന്ന, അതായത് ഇറ്റ് ഈസ് റെഡി ടു
എക്സിക്യൂട്ട് ആ സ്റ്റേജിലിരിക്കുന്ന പ്രോസസ്സുകളെയാണ് റെഡി ക്യൂവിൽ കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, റെഡി ക്യൂവിൽ കൊണ്ടുവയ്ക്കുന്നത് ലോങ് ടേം ഷെഡ്യൂളർ ആണ്. ജോബ് ക്യൂവിൽ നിന്ന്, സെക്കൻഡറി മെമ്മറിയിലുള്ള ജോബ് ക്യൂവിൽ നിന്ന് എവിടെ നമ്മുടെ റെഡി ക്യൂവിൽ കൊണ്ടുവയ്ക്കുന്നത് ആരാണ്? ലോങ് ടേം ഷെഡ്യൂളർ ആണ്. ദെൻ ഈ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസ്സേഴ്സിലോട്ട് കൊടുക്കുന്നത്. സോ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസ്സറിലേക്ക് നമ്മുടെ പ്രോസസ്സുകളെ കൊടുക്കുന്നത് ആരാണ്? ഷോർട്ട് ടേം ഷെഡ്യൂളർ ആണ്. ഷോർട്ട് ടേം ഷെഡ്യൂളർ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു, ഷോർട്ട് ടേം ഷെഡ്യൂളറിന്റെ മറ്റൊരു നെയിം ആണ് CPU ഷെഡ്യൂളർ. ഓക്കെ, സോ വാട്ട് ഇറ്റ് ഡസ്, അത് ചെയ്യുന്നത് ഇറ്റ് സെലക്ട്സ് from among the processes in memory that are ready to execute and allocates the CPU to one of them. പ്രോസസ്സുകളിൽ നിന്ന് ഒരു പ്രോസസ്സിനെ, റെഡിയായ ഒരു പ്രോസസ്സിനെ എടുത്ത് നമ്മുടെ CPU-ലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? CPU ഷെഡ്യൂളർ ആണ്. സോ CPU ഷെഡ്യൂളർ എങ്ങനെയാണ് ഈ ഡിസിഷൻ, അതായത് ഇന്നതിനെ എടുക്കണം, അപ്പൊ ഇന്ന പ്രോസസ്സിനെ ചൂസ് ചെയ്യണം, പ്രോസസ്സറിലോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ചില അൽഗോരിതംസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ എപ്പോഴാണ് അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഓക്കെ, സോ CPU ഷെഡ്യൂളിംഗ് ഡിസിഷൻസ് മേ ടേക്ക് പ്ലേസ് വെൻ എ പ്രോസസ്, അതായത് എപ്പോഴാണ് ആ ഒരു പ്രോസസ്സിനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ CPU ഷെഡ്യൂളറിനെ എപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്? അത് 4 കണ്ടീഷൻ വരുമ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ, സ്വിച്ചസ് ഫ്രം റണ്ണിങ് ടു വെയിറ്റിംഗ് സ്റ്റേജ്. അതായത് ഇപ്പൊ ഒരു പ്രോസസ്സർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് വെയിറ്റിംഗ് സ്റ്റേജിലോട്ട് പോയി. ഓക്കെ, അത് വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോയാൽ അപ്പോ CPU ഫ്രീ ആയി, CPUവിന് അടുത്ത പ്രോസസ്സിനെ കൊടുക്കുക. അപ്പൊ ഷെഡ്യൂളർ വന്ന് അടുത്ത പ്രോസസ്സറിനെ എടുത്ത് കൊടുക്കും, അടുത്ത പ്രോസസ്സിനെ എടുത്ത് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ്, സ്വിച്ചസ് ഫ്രം റണ്ണിങ് ടു റെഡി സ്റ്റേറ്റ്. ഓക്കെ, സ്വിച്ചസ് ഫ്രം റണ്ണിങ് ടു റെഡി സ്റ്റേറ്റ്. അതായത് ഇപ്പൊ ഒരു ഇന്ററപ്റ്റ് വരികയാണ്. ഓക്കെ, ഇന്ററപ്റ്റ് വന്നാൽ എന്താണ്? ജസ്റ്റ് അത് എവിടെയാണോ റൺ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത് പോസ് ആവും. ഓക്കെ, സോ എന്നിട്ട് അത് റെഡി സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരികയാണ്. ഓക്കെ, റണ്ണിങ് ടു റെഡി സ്റ്റേറ്റിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും ഒരു പുതിയ പ്രോസസ്സിനെ എടുത്ത് കൊടുക്കാം. ദെൻ സ്വിച്ചസ് ഫ്രം വെയിറ്റിംഗ് ടു റെഡി. സ്വിച്ചസ് ഫ്രം വെയിറ്റിംഗ് ടു റെഡി, മൂന്നാമത്തെ കേസ്. അതെന്താണ്? IOന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, IO പ്രോസസ് ഫിനിഷ് ആയി. ഓക്കെ, IO പ്രോസസ് ഫിനിഷ് ആയാൽ നമുക്ക് അത് വീണ്ടും IO പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് വീണ്ടും റെഡി സ്റ്റേറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോഴും നമുക്കൊരു പ്രോസസ്സിനെ എടുത്ത് പ്രോസസ്സറിന് കൊടുക്കാം. ഇനി നാലാമത്തത്, ഇപ്പൊ കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് ടെർമിനേറ്റ് ആയി, അതായത് അതിന്റെ ബേസ്റ്റ് ടൈം എല്ലാം കഴിഞ്ഞു, അത് സക്സസ്ഫുള്ളി ടെർമിനേറ്റ് ആയി. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു പ്രോസസ്സിനെ എടുത്ത് കൊടുക്കാം. സോ ഈ 4 കണ്ടീഷനിലാണ് പ്രോസസ്സറിലേക്ക് പുതിയ പ്രോസസ്സിനെ വേണ്ടതും ഈ CPU ഷെഡ്യൂളറിന് തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ, ഇതില് കേസ് 1ഉം കേസ് 4ഉം, അതായത് കേസ് 1 എന്താണ്? റണ്ണ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു IO വന്നു, അപ്പൊ അവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോയി. ഓക്കെ, വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോയി, CPU വെറുതെ ഇരിക്കുകയാണ്, ഐഡിലായിട്ടിരിക്കുകയാണ്, പുതിയ പ്രോസസ്സിനെ എടുത്ത് കൊടുക്കണം. അതും ഏറ്റവും നാലാമത്തെ അവസാനത്തെ, അതായത് അതിന്റെ പ്രോസസ് എല്ലാം ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇനി പുതിയൊരു പ്രോസസ്സിനെ എടുത്താൽ മതി. ആ രണ്ട് കേസ് എന്ന് പറയുന്നത് CPU ഷെഡ്യൂളറിന് പുതിയൊരു പ്രോസസ്സിന് വെറുതെ അങ്ങ് എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. അതായത് ഇപ്പോ നമ്മുടെ CPUവിൽ ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. ഓക്കെ, വർക്കിംഗ് അല്ലായിരുന്നു, ഫ്രീ ആയിട്ടിരുന്ന CPUലോട്ടാണ് നമ്മൾ എടുത്ത് പുതിയ പ്രോസസ്സിന് കൊടുക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രോസസ്സിനെയും നമ്മൾ എടുത്ത് മാറ്റാതെയാണ് നമ്മൾ CPU-ന് പുതിയതിനെ കൊടുത്തത്. ദാറ്റ് ടൈപ്പ് ഓഫ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. സോ ഷെഡ്യൂളിംഗ് അപ്പം കേസസ് 1ഉം 4ഉം നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ടൈപ്പിലാണ് വരുന്നത്. ഇനി അടുത്ത ബാക്കി രണ്ടെണ്ണം, അതായത് 2ഉം 3ഉം, അതെങ്ങനെയാണ്? ഒന്ന് ഇന്ററപ്റ്റ് വരുന്ന കേസ്, ഒന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് അല്ലാതെ വരുന്ന കേസ്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം.
സോ ബാക്കി രണ്ട് കേസ് 2ഉം കേസ് 3യും, അതായത് കേസ് 2 വന്ന് ഇന്ററപ്റ്റ് വരുന്ന കേസും കേസ് 3 വന്ന് വെയിറ്റിംഗ് സ്റ്റേജിൽ നിന്ന് വീണ്ടും റെഡി സ്റ്റേജിൽ വരുന്ന കേസിലും നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പ്രോസസ്സ് അവിടെ ഒരു അപ്പൊ കറന്റ് ആ സമയത്ത് CPU-ൽ ഒരു പ്രോസസ്സ് കാണും. ആ പ്രോസസ്സിനെ മാറ്റിയിട്ട് വേണം നമുക്ക് ഈ റെഡി സ്റ്റേറ്റിൽ വന്ന പഴയത് റൺ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് റെഡി ആയിട്ട് വീണ്ടും വരികയാണ്. അപ്പൊ നമുക്ക് പുതിയ ആ പഴയതിൽ തന്നെ വീണ്ടും അവിടെ എടുത്തു വെക്കണം. അപ്പൊ പ്രീഎംപ്റ്റീവ് ആണ്, അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇപ്പൊ CPU-ൽ റൺ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സുകളെ ഫോഴ്സ്ഫുള്ളി വി നീഡ് ടു ചേഞ്ച് ആൻഡ് ഹാവ് ടു ഓക്കുപ്പൈ ദിസ് ഓൾഡ് പ്രോസസ്. അപ്പൊ അങ്ങനെ രണ്ട് കേസ് വരുമ്പോഴാണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് നടക്കുന്നത്. ഓക്കെ, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു CPU-ൽ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്തിട്ട് വരുന്ന പ്രോസസ്സിനെ ഇടുന്നതിനെയാണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു ഡിസ്പാച്ചർ? സോ ഇതാണ് ഷെഡ്യൂളർ നമ്മൾ പറഞ്ഞത്. ഷെഡ്യൂളർ എന്ന് വെച്ചാൽ ചൂസിങ് എനി ഓഫ് ദ പ്രോസസ് ഫ്രം ദ റെഡി ക്യൂ ആൻഡ് ഗിവിംഗ് ടു ദ പ്രോസസർ. ഓക്കെ, ഇനി എന്താണ് ഡിസ്പാച്ചർ? ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാല് ശരിക്കും ഡിസ്പാച്ചറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് നമ്മളിപ്പൊ നേരത്തെ പറഞ്ഞത് പ്രോസസ്സുകളിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് പ്രോസസറിന് കൊടുക്കുന്നു എന്നാണ്. ഇനി ഡിസ്പാച്ചറിന്റെ ഡ്യൂട്ടി പ്രോസസറിന് ഈ പുതിയ പ്രോസസ്സിന്റെ കൺട്രോള് കൊടുക്കുകയാണ്. അതായത് ഡിസ്പാച്ചർ മോഡ്യൂൾ ഗീവ്സ് കൺട്രോൾ ഓഫ് ദ CPU ടു ദ പ്രോസസ് സെലക്ടഡ് ബൈ ദ ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഓക്കെ, ഏത് പ്രോസസ് ആണ് നമുക്ക് CPU-ലോട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന് മാത്രമേ ഷോർട്ട് ടേം ഷെഡ്യൂളർ ചൂസ് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് ആ പ്രോസസ്സറിലേക്ക് നമ്മുടെ CPU-ന്റെ കൺട്രോൾ കൊടുക്കുകയാണ് ഡിസ്പാച്ചർ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പാച്ചർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡിസ്പാച്ചർ അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ്, അതായത് ഇപ്പൊ ഒരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ, പ്രീഎംപ്റ്റീവ് ആണെങ്കിൽ എന്താണ്, അവിടെ ഒരു CPU-ൽ ഒരു പ്രോസസ്സർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുതിയൊരു പ്രോസസ്സിനെ നമുക്ക് മാറ്റിയിട്ട് ഇതിനെ, അതായത് എന്തെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്ന് തടഞ്ഞതോ അല്ലെങ്കിൽ ഒരു IO വെയിറ്റിൽ പോയ ഒരു പ്രോസസ്സോ ആയിരിക്കും വീണ്ടും വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നത്. അതിനെ അപ്പോഴേ എടുത്തേ പറ്റുള്ളൂ നമുക്ക്. സോ അപ്പൊ അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യുകയാണ്. സോ അവിടെ ഫോഴ്സ്ഫുള്ളി എങ്ങനെ നമുക്ക് വെറുതെ എടുത്ത് കളയാൻ പറ്റില്ല. So we need to store the state of the process that is currently running to somewhere in the memory. അത് നമ്മൾ പറഞ്ഞു മറ്റേ എന്ത് പഠിച്ചപ്പോൾ മീഡിയം ടേം ഷെഡ്യൂളർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഓക്സിലറി മെമ്മറിയിലുണ്ട്. ഓക്സിലറി മെമ്മറിയിലാണ് നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോ അങ്ങനെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ്, ഇപ്പൊ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ സ്റ്റേറ്റിന് നമ്മൾ സേവ് ചെയ്തിട്ട് പുതിയ പ്രോസസ്സിനെ എടുത്ത് വെക്കണം. അതിനെയാണ് സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ്. ഇനി അത് സ്വിച്ചിങ് ടു യൂസർ മോഡ്. ഓക്കെ, അതായത് ഇപ്പോ ചിലപ്പോ നമ്മുടെ പ്രോഗ്രാം കേർണൽ മോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം. ഓക്കെ, സോ അതിനെ യൂസർ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ അതും ഒരു ഡിസ്പാച്ചർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. അപ്പൊ ഡിസ്പാച്ചർ ജസ്റ്റ് CPU-നെ എടുത്തങ്ങ് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർത്ത് വേണം നമ്മുടെ CPU-ന് പുതിയ പ്രോസസ്സിനെ എടുത്ത് കൊടുക്കാൻ. സോ സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ചെയ്യണം, ദെൻ യൂസർ മോഡ് സ്വിച്ച് ചെയ്യണം, ദെൻ പിന്നെ എന്താണ് നമ്മുടെ ഈ വന്ന പഴയ പ്രോസസ് ഇല്ലേ, അതിന്റെ കാര്യങ്ങൾ നേരത്തെ എവിടെയോ സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ പോയിട്ടുള്ളത്. ഓക്കെ, IO വെയിറ്റിലേക്കോ അല്ലെങ്കിൽ ഇന്ററപ്റ്റിലേക്കോ പോയിട്ടുള്ളത്. നേരത്തെ ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കായിരിക്കും. അതിലോട്ട് ജമ്പ് ചെയ്യണം. ജമ്പിങ് ടു ദ പ്രോപ്പർ ലൊക്കേഷൻ ഇൻ ദ യൂസർ പ്രോഗ്രാം ടു സ്റ്റാർട്ട് ദാറ്റ് പ്രോഗ്രാം. പുതിയ പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് എവിടെയാണോ നമ്മൾ ചെയ്ത് നിർത്തിയ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് നമ്മൾ ജമ്പ് ചെയ്തിട്ട് വേണം, നമ്മുടെ CPU ജമ്പ് ചെയ്തിട്ട് വേണം ഡിസ്പാച്ചറിന്റെ ഡ്യൂട്ടി അവസാനിപ്പിക്കാൻ. ഓക്കെ, സോ അപ്പൊ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ടേം ആണ് ഡിസ്പാച്ച് ലേറ്റൻസി. ഡിസ്പാച്ച് ലേറ്റൻസി എന്ന് പറഞ്ഞാല് നമ്മുടെ അപ്പൊ CPU ഒരു പ്രോസസ്സർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, വേറൊരു പ്രോസസ്സിനെ എടുത്ത് വെക്കണം. അതാണ് ഡിസ്പാച്ചറിന്റെ ഡ്യൂട്ടി. സോ ഇതിനെടുക്കുന്ന സമയമാണ് ഡിസ്പാച്ച് ലേറ്റൻസി. അതായത് ടൈം ഇറ്റ് ടേക്സ് ഫോർ ദ ഡിസ്പാച്ചർ ടു സ്റ്റോപ്പ് വൺ പ്രോസസ് ആൻഡ് സ്റ്റാർട്ട് അനദർ പ്രോസസ്.
ഇപ്പോൾ ഒരു കറണ്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ പ്രോസസ്സിനെ വെക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുന്നത്. സോ അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് എടുക്കുന്ന സമയമാണ്. അതായത് സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ് ഇപ്പോഴത്തെ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റസ് സേവ് ചെയ്യണം. ദെൻ യൂസർ കേർണൽ മോഡിൽ കിടക്കുകയാണെങ്കിൽ യൂസർ മോഡിലോട്ട് സ്വിച്ച് ചെയ്യണം. ദെൻ ഇപ്പൊ വന്ന പ്രോഗ്രാമിന്റെ ലൊക്കേഷനിലോട്ട് നമുക്ക് അതിന്റെ CPU കൺട്രോൾ സ്വിച്ച് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഡിസ്പാച്ച് ലേറ്റൻസി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, നമുക്ക് ഇനി നമ്മൾ പോകുന്നത് ഈ പ്രോസസ് ഷെഡ്യൂളിംഗിലേക്കാണ്. അതായത് 10 പ്രോസസ് ഉണ്ടെങ്കിൽ 10ൽ നിന്ന് ഏത് പ്രോസസ്സിനെയാണ് നമ്മൾ CPU കൊടുക്കുന്നത് അത് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ക്രൈറ്റീരിയാസ് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഏത് പ്രോസസ്സാണ് നമുക്ക് CPU കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ളത്. സോ അതിനുള്ള ആദ്യത്തെ CPU യൂട്ടിലൈസേഷൻ. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ CPU ചൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് കീപ് ദ CPU ആസ് ബിസി ആസ് പോസിബിൾ. നമ്മുടെ CPU എപ്പോഴും ബിസി ആക്കി വെക്കാൻ പാകത്തിലുള്ള ഒരു പ്രോസസ്സിനെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ത്രൂപുട്ട് എന്ന് പറഞ്ഞാല് ഒരു യൂണിറ്റ് ടൈമില് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് പ്രോസസ്സുകളെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകളെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മൾ കൂടുതൽ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് പ്രോഗ്രാംസിനെ നമുക്ക് ഒരു മിനിമം ടൈമിൽ റൺ ചെയ്യാൻ പറ്റണം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടി അപ്പൊ എന്താണ് ഷോർട്ട് ബേഴ്സ്റ്റ് ടൈം ഉള്ള പ്രോസസ്സുകൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ CPU യൂട്ടിലൈസേഷൻ ശ്രദ്ധിക്കണം, ത്രൂപുട്ട് ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തേത് ടേൺ അറൌണ്ട് ടൈം. ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പ്രോസസ്സിനെ എടുത്ത് അതിന് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ടേൺ അറൌണ്ട്. അതിന്റെ എല്ലാ പ്രോസസ്സും IOയ്ക്കും എല്ലാത്തിനും കൂടെ വേണ്ട ടൈമിനെയാണ്, അതായത് വെയിറ്റിംഗ് ടൈമും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ടൈമിനെയാണ് നമ്മൾ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്. സോ ടേൺ അറൌണ്ട് ടൈം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നാലാമത്തത് വെയിറ്റിംഗ് ടൈം. ഓക്കെ, സോ ഒരു പ്രോസസ്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് എത്ര വെയിറ്റിംഗ് ടൈം വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഷെഡ്യൂളർ ശ്രദ്ധിക്കണം. ഓക്കെ, ഷെഡ്യൂളർ ശ്രദ്ധിച്ച് നോക്കണം. ഇനി അവസാനത്തത് റെസ്പോൺസ് ടൈം. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പ്രോസസ്സിന്റെ റിക്വസ്റ്റ് വന്നാല് അതിനൊരു റെസ്പോൺസ് കൊടുക്കാൻ എടുക്കുന്ന ടൈമാണ്, അതായത് അതിനെ ഇനിഷ്യലി എടുക്കുന്ന ടൈമാണ് റെസ്പോൺസ് ടൈം. ഓക്കെ, ഇനിഷ്യലി കൺസിഡർ ചെയ്യുന്ന ടൈമാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ല, അതിനെ CPU കൊടുക്കാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് റെസ്പോൺസ് ടൈം. സോ എമൗണ്ട് ഓഫ് ടൈം ഇറ്റ് ടേക്സ് ഫ്രം when a request was submitted until the first response is produced, not output. Okay, സോ അതിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. സോ ഈ 5 ക്രൈറ്റീരിയാസും എങ്ങനെയൊക്കെ ആയിരിക്കണം? മാക്സിമം CPU യൂട്ടിലൈസേഷൻ ആയിരിക്കണം, അല്ലെ? നമ്മുടെ മാക്സിമം CPUവിനെ ആസ് മച്ച് ആസ്, അതായത് ഐഡിയലായിട്ട് വെക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി മാക്സിമം ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോസസ്സസ് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ യൂണിറ്റ് ടൈം. അതും ഏറ്റവും കൂടുതൽ എത്രയും നമ്പർ ഓഫ് പ്രോസസ് യൂണിറ്റ് ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ പ്രോസസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ. ഇനി മൂന്നാമത്തേത് മിനിമം ടേൺ അറൌണ്ട് ടൈം. ടേൺ അറൌണ്ട് ടൈം മിനിമം ആയിട്ടുള്ള, അതായത് ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈമും ആ ഒരു പ്രോസസ്സ് കയറി ഇറങ്ങുന്നത് വരെ തീരുന്നത് വരെ എടുക്കുന്ന ടൈം അത് മിനിമം ആക്കുന്ന രീതിയിലുള്ള ടേൺ അറൌണ്ട് ടൈം ഉള്ള അങ്ങനെ ഉള്ള പ്രോസസ്സുകളെ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളെ ഷെഡ്യൂളർ അങ്ങനെ ചൂസ് ചെയ്യണം. ദെൻ മിനിമം വെയിറ്റിംഗ് ടൈം. ഏതൊരു പ്രോസസ്സ് വന്നാലും അതിന് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മിനിമം ആയിരിക്കണം. ഓക്കെ, മിനിമം ആയിട്ടുള്ള വെയിറ്റിംഗ് ടൈമുള്ള പ്രോസസ്സുകളെ വേണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ എന്നാലും മാക്സിമം ആയിട്ടുള്ള വെയിറ്റിംഗ് ടൈം ഉള്ള പ്രോസസ്സുകളെയും ചൂസ് ചെയ്യണം. പക്ഷേ മിനിമം വെയിറ്റിംഗ് ടൈം ഉള്ളത് വന്നാൽ അതിനെ എടുക്കണം. ഓക്കെ, അതാണ് ഷെഡ്യൂളറിന്റെ ക്വാളിറ്റി, ഷെഡ്യൂളറിന് വേണ്ട ക്വാളിറ്റിയാണ്. ഓക്കെ, ദെൻ മിനിമം റെസ്പോൺസ് ടൈം.
അപ്പൊ ഏതൊരു പ്രോസസ്സ് വന്നാലും അതിന് റെസ്പോൺസ് ടൈം മിനിമം ആയിരിക്കണം. അതായത് എത്രയും വേഗം ഒരു പ്രോസസ്സിനെ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മളുടെ ഷെഡ്യൂളറിന് വേണം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഏതൊരു ഷെഡ്യൂളിംഗ് അൽഗോരിതവും അതിന് ഒരു നമ്മുടെ പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഒരു ഷെഡ്യൂളർ പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. സോ നമ്മുടെ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഇനി പഠിക്കാൻ പോകുന്ന അൽഗോരിതംസ് എല്ലാം ഇത് ഈ 5 ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സോ മാക്സിമൈസ് CPU യൂട്ടിലൈസേഷൻ, മാക്സിമൈസ് ത്രൂപുട്ട്, മിനിമം ടേൺ അറൌണ്ട് ടൈം, മിനിമം വെയിറ്റിംഗ് ടൈം, മിനിമം റെസ്പോൺസ് ടൈം. ഇത്രയും കാര്യങ്ങൾ ടൈമുകളുടെ എല്ലാം മിനിമൈസ് ചെയ്യണം. ദെൻ CPU യൂട്ടിലൈസേഷനും ത്രൂപുട്ടും കൂട്ടണം. ഇത്രയും കൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ നമുക്ക് 1 by 1 ഓരോരോ അൽഗോരിതംസ് ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.